ഇന്റൻസീവ് കെയർ യൂണിറ്റിലടക്കം കിടന്നതിനു ശേഷം 10 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് അവസാനമാണ് ഇപ്പോൾ അഞ്ജലി വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അഞ്ജലി വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണല്ലേ കടന്നുപോയത്? അതെ. എന്തായിരുന്നു ആ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ഒരു അവസ്ഥ ഒന്ന് പറയുമോ? ശരിക്കും എനിക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്ത്. ഏത് സമയത്ത്? ആ സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അനസ്തീഷ്യക്ക് ശേഷമാണോ ഈ പ്രശ്നം? അതെ, അനസ്തീഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശ്വാസം മുട്ടൽ. സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ശ്വാസം മുട്ടൽ ഉണ്ടായത്. കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞത് രാവിലെ 10 മണിയോടുകൂടി ശസ്ത്രക്രിയ കഴിയുന്നു, അതിനുശേഷം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ആ സമയത്ത് അകത്ത് എന്തായിരുന്നു നടന്നിരുന്നത്? അകത്ത് എനിക്ക് ശ്വാസം മുട്ടൽ ആദ്യം വന്നു കഴിഞ്ഞ് അവര് അകത്ത് തന്നെയായിരുന്നു എന്നെ കിടത്തിയത്. ഇവരെയൊന്നും എന്നെ കാണിക്കുന്നൊന്നുമില്ലായിരുന്നു. പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അകത്ത്? അകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? അവര് എനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ അതിനകത്ത് തന്നെ ഒബ്സർവേഷനിലായിട്ട് മാറ്റി അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവര് എന്നെ കാണിക്കുന്നത്. രാവിലെ 10 മണിക്ക് കഴിഞ്ഞ് 10:02 ആയപ്പോൾ കഴിഞ്ഞതായിരുന്നു എൻ്റെ സിസേറിയൻ. അത് കഴിഞ്ഞ് അവിടെ ഒബ്സർവേഷനിൽ കിടത്തി മാസ്ക് ഒക്കെ വെച്ച് തന്നെയാണ് കിടത്തിയിരുന്നത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞ അവരോട്? എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശ്വാസം നല്ലതായിട്ട് നമുക്ക് അറിയാൻ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ശ്വാസം മുട്ടൽ പോലെയല്ല, നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അന്ന് രാത്രി വൈകുന്നേരം എനിക്ക് ചെറിയൊരു നെഞ്ചിന് ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പം ഗ്യാസ് ആണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ അല്ല, ഗ്യാസ് അല്ലായിരുന്നു, ഈ നെഞ്ചിന്റെ ആ വേരിയേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് വണ്ടാനത്തോട്ട് ചേഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും വയ്യായിരുന്നു എനിക്ക്. അവിടെ ചെന്ന് നേരെ ഗൈനക്കിലോട്ട് കൊണ്ടുപോയി അവിടുന്ന് എക്കോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവരെന്നെ കാർഡിയാക്കിലോട്ട് മാറ്റി. അത് മാത്രമല്ലല്ലോ, ശസ്ത്രക്രിയക്ക് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, സ്റ്റിച്ചിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ അവർ ഭയങ്കര മോശമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അതിന്റെ ഉണങ്ങിയിട്ടൊന്നുമില്ല. ദിവസമായിട്ട് നമുക്ക് ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വരുത്തുന്നുണ്ടായിരുന്നു.